അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് മാനാസ് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇങ്ങനെ മീൻസ് പോയി എന്ന് പറയുന്നത്. അല്ല നിങ്ങൾ മോനെ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ വ്യൂസ് കയറൂടെ കുട്ടാ. എന്റെ ഫോളോവേഴ്സ് നോക്ക്, എന്റെ വ്യൂസ് കയറണം നോക്ക് മോനെ. നോക്ക് മോളെ, നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയരുത്. നിങ്ങൾ തമ്മിൽ വേറെ സെറ്റപ്പാണ് സംസാരിക്കാറുള്ളൂ. വേറെ കറക്കോ ഒരുക്കവോ കിടപ്പോ ഒരേ താമസമോ റൂം എടുക്കലോ ഇതൊന്നും നടക്കാറില്ല ഇവർ തമ്മിൽ എന്നാണ് ഇവര് പറയുന്നത്. നേരത്തെ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളായിരുന്നു. അതാണ് എന്നെ അട്രാക്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. സഫ, എനിക്ക് ഒന്നേ പറയാനേ ഉള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മെഹനാസ് സഫ യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഈ ഒരു യൂണിവേഴ്സ് ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ചന്ദ്രമഴ സീരിയൽ പോലെ ഓരോ എപ്പിസോഡുകളായിട്ട് വീണ്ടും മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം പബ്ലിക് കേരളയിൽ ഖാദർ കരിപ്പുരടി സഫയുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നട ചിരിച്ചെൻ്റെ ഊപ്പാട് നിന്ന് കാര്യം. അതിനകത്ത് കുറച്ച് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പുള്ളി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും സഫ സത്യം പറഞ്ഞൊരു കോമഡി പീസ് പോലെ തന്നെ എനിക്ക് തോന്നുന്നത്. കാര്യം പല കാര്യങ്ങളെയും ഭയങ്കര ഇമ്മച്ചേർഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വാപോയ കോടാലി എന്നൊക്കെ പറയാമല്ലോ, ഏതാണ്ട് അത് തന്നെയാണ്. കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാനാസ് എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒന്നല്ല എന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളായിരുന്നു. അതാണ് എന്നെ അട്രാക്ട് ചെയ്തതെന്നാണ്. ഈ കേരളന്മാരെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളന്മാരാണ് അവരുടെ സ്വർഗം. ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഇടും, റീൽസ് ഇടും, കമന്റ് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ വർക്കും ക്ലാസ് ഒക്കെ ആയിട്ട് ടൈം ഇല്ല. രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ വർക്കിന് പോകും, രാത്രി വീട്ടിൽ കയറി വരും. അതിനുള്ള ടൈം ഉള്ളൂ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ. പിന്നെ വീഡിയോസ് പോസ്റ്റ് ഒക്കെ ഇടും. അതിനുശേഷം ഫസ്റ്റിന് ഒരു വീഡിയോക്കകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ ഫസ്റ്റിന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് അതിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാം. ആൻഡ് ഇതിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട, ഒരു ഫൺ എന്റർടൈൻമെന്റ് എന്ന നിലയിൽ മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോനെ കണ്ടാൽ മതി കേട്ടോ. എന്താണെങ്കിലും ആദ്യം തന്നെ ഈ മെഹനാസിനോടുള്ള ഒരു ഇഷ്ടം, അഗാധമായിട്ടുള്ള ഇഷ്ടം തോന്നുള്ള കാര്യം, ഇത് സഫ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്. ഇത് മെഹനാസ് അല്ലെങ്കിൽ ഈ ഒരു റിഫ വിഷയത്തിൽ എന്തൊക്കെ വോയിസുകൾ പുറത്തു വന്നു, അല്ലെങ്കിൽ ഈ വിഷയത്തിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും സഫയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇവിടെ സഫ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ ഒരു കല്യാണം നിക്കാഹൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇതിലെ കുടുംബക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് മെഹനാസിനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാരണമാണ് ഇവർ പറയുന്നത്. നമുക്ക് കേൾക്കാം. അപ്പൊ കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. മെഹനാസ് എന്ന് പറയുന്നത് ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്ങനെ ഒന്നല്ല എന്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളായിരുന്നു. അതാണ് എന്നെ അട്രാക്ട് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഈ കേരളന്മാരെ ഇഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഈ ഇൻസ്റ്റയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേരളന്മാരാണ് അവരുടെ സ്വർഗം. ഞാൻ നോർമലി ഇൻസ്റ്റ യൂസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ഇടും, റീൽസ് ഇടും, കമന്റ് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ വർക്കും ക്ലാസ് ഒക്കെ ആയിട്ട് ടൈം ഇല്ല. രാവിലെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചക്ക് പിന്നെ വർക്കിന് പോകും, രാത്രി വീട്ടിൽ കയറി വരും. അതിനുള്ള ടൈമേ ഉള്ളൂ എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ. പിന്നെ വീഡിയോസും പോസ്റ്റ് ഒക്കെ ഇടും, അത്ര തന്നെ. ഓക്കെ, നേരത്തെ പെണ്ണ് സെറ്റാവാനുള്ള ആദ്യത്തെ വഴി, നിങ്ങൾ എത്ര വലിയ ഭീകരനാണെങ്കിലും എത്ര വലിയ ഗഡോൽഗജനായിട്ട് ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല, നിങ്ങളൊരു കെയറിങ് ആയി മാറിയാൽ മതി. അപ്പം നിങ്ങൾക്ക് പെണ്ണ് സെറ്റാവുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇത്രയും സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് മെഹനാസ് ഒരു കെയറിങ് ആയത് എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് സഫ ഇത്തരത്തിൽ ഇഷ്ടപ്പെടുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇനിയും ലല്ലൂമ്പിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ലല്ലൂമ്പി എപ്പോഴാ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ലല്ലൂമ്പി ഒരു പുസ്തകം അടിച്ചിറങ്ങണം, ഫ്ലേട്ടിങ്ങിന്റെ 101 വഴികൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ബാക്കി കേൾക്കാം. ലല്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറോട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ കോൺടാക്ട് ഉണ്ട്. ഏത് തരത്തിലുള്ള കോൺടാക്ട് ആണ്? മീൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാം. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണോ? കേസ് നോക്കുന്നു, കേസ് പിടിക്കുന്നു എന്നൊക്കെ പറയാൻ ലല്ലുവിന് എന്താണ് കേസ് എന്ന് വരെ ഇതറിയോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ ന്യായീകരണം പറയുന്നത്? കാരണം പസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ, അപ്പൊ അവൾക്ക് എതിരെ കേസ് കൊടുക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോൺടാക്ട് ഉണ്ട്. അല്ല, ഈ ലല്ലുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ലല്ലുവിനോട് കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഈ ലല്ലുവിൽ നിന്ന് ഇത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യം എന്താണ്? ഒന്ന്, അവന്റെ എക്സ് വൈഫാണ് എന്നെ ടാർഗറ്റ് ചെയ്യണേ. അപ്പൊ ഒരു സപ്പോർട്ട് ഉണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം അവനിക്കും അറിയാം. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവനിക്കാണല്ലോ അറിയാം. അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഖാദർ കരിപ്പുരടി ഇതിനകത്ത് സീരിയസ് ആയിട്ട് തന്നെ ഇത്തരത്തിൽ കുറച്ച് സാധനങ്ങൾ അടിക്കുന്നുണ്ട്. ലല്ലൂമ്പി എന്താണ്, വക്കീലാണോ, അല്ലെങ്കിൽ ഈ ഒരു കെയറിങ് ആയിട്ടായി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. സഫയ്ക്ക് മനസ്സിലാവാതിട്ടാണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലേ. എന്നാണെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരാളെ ഇങ്ങനെ വിളിച്ചു ഇരുത്തിയിട്ട് ഇങ്ങനെ ഊക്കാമോ, ഇങ്ങനെയൊക്കെ ഊക്കണമോ? എന്താണെങ്കിലും ലല്ലൂമ്പിയുടെ എക്സ് വൈഫായിട്ടുള്ള ഫസ്മിന് ഇതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത്.
നമുക്ക് അതോടെ ഒന്ന് കേൾക്കാം. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് പറയരുത്. നിങ്ങൾ തമ്മിൽ വേറെ സെറ്റപ്പ് ആണ്. ഒടുങ്ങി ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഒളിച്ചോടി എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾ നാട് വിട്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സംസ്ഥാനം വിട്ട് വേറെ രാജ്യത്തോട്ട് പോയെന്ന് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സഫ ഇപ്പോൾ ലല്ലുവായിട്ട് ബന്ധമുണ്ട്. സഫ ഇപ്പം മെഹനാസിൻ്റെ കൂടെ അല്ല, സഫയ്ക്ക് ലല്ലുവായിട്ട് ബന്ധം ഉണ്ടെന്ന് ഞാൻ പിന്നെയും ഇതേപോലെ തന്നെ ഇവിടെ വന്നിരുന്ന് ഞാൻ സ്ഥാപിക്കും. അത് എത്രത്തോളം ആരൊക്കെ തടുത്താലും ഞാൻ അത് അംഗീകരിച്ച് തരത്തില്ല. ബിക്കോസ് എന്താണ്, സഫ കള്ളം പറയുന്നുണ്ട് ഒബ്വിയസ്ലി. അങ്ങനത്തെ ചെറിയ ചെറിയ കുശുക്കൽ കേസിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഫോൺ എടുത്താൽ സംസാരിക്കാറുള്ളൂ. വേറെ കറക്കോ ഒരുക്കവോ കിടപ്പോ ഒരേ താമസമോ റൂം എടുക്കലോ ഇതൊന്നും നടക്കാറില്ല ഇവർ തമ്മിൽ എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ലല്ലു എനിക്കെതിരെ കേസ് കൊടുത്തത് ഇതുവരെ. വേറെ കേസ് കൊടുത്താൽ എനിക്കറിയത്തില്ല. ഇത്രയും ഞാൻ വീഡിയോ ഇട്ടിട്ടും കേസ് കൊടുക്കാത്ത ആൾ പെട്ടെന്ന് സഫേനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും രോക്ഷാകുളനായി ലല്ലു കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. ലല്ലുവിൻ്റെ കുൽസിതപരമായിട്ടുള്ള എല്ലാ മിക്ക ചാറ്റും ഞാൻ പുറത്തിട്ടു. ലല്ലു മിസ്ത്രിയായിട്ടുള്ള ബന്ധം ഞാൻ പുറത്തിട്ടു. അപ്പോൾ ഒന്നും കേസ് കൊടുക്കാത്ത ആൾ സഫയുടെ കാര്യം വന്നപ്പോൾ കേസ് കൊടുക്കാനായിട്ട് സഫേനെ ബന്ധപ്പെട്ടു. അങ്ങനെയുള്ള കോൺവെർസേഷൻ മാത്രമേ ഇവർ തമ്മിലുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കണം, എന്ന് നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ നമ്മൾ മണ്ടന്മാരാവണം എന്നാണ് എനിക്ക് ജനക്കൂട്ടത്തിനോട് പറയാനുള്ളത്. എനിക്ക് ഞായറാഴ്ച കൈ തട്ടി 2 സെക്കൻഡിൽ വീഡിയോ കോൾ ചെയ്തപ്പോൾ ലല്ലുവിൻ്റെ മുഖമാണ് ഞാൻ കണ്ടത്. അതെനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി നിന്നെ കിണികിണിന്ന് വിളിച്ചിട്ടില്ല. നീ ഇങ്ങോട്ട് എന്നെ വിളിക്കാറുണ്ട്, നീ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാനാണ് റിപ്ലൈ തരാത്തത്. ലല്ലൂമ്പിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് എല്ലാം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും ഒളിച്ചോട്ടത്തിൻ്റെ കഥയല്ല, ഒളിച്ചെത്തേണ്ട ഒരു കഥയായിരുന്നുള്ള സാധനങ്ങൾ. അപ്പം മെഹനാസിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ പിന്നീട് കുടുംബക്കാരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു ഇഷ്ടം തോന്നിയതിൻ്റെ ഒരേ ഒരു കാരണം മെഹനാസ് ഒരു കെയറിങ് ആയിട്ടായി ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഫസ്മിനെ ഇതുപോലെ ലല്ലൂമ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ അറിഞ്ഞിട്ടും ലല്ലൂമ്പിനെ പറ്റിയിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചിട്ട് ഫസ്മിനയ്ക്ക് അത്രയും സപ്പോർട്ടും കൊടുത്ത് ഫസ്മിനയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മിസ്രിയുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നീ ആരെടി, നിനക്ക് എന്നാ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അടിനാശ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയേക്കുന്ന ഇതേ സഫ പിന്നീട് ലല്ലൂമ്പിയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരിക്കും സുഹൃത്തുക്കളെ? എന്തെങ്കിലും ഗസ്? കെയറിങ് ആയിട്ടായി ആയിരിക്കുമോ നമ്മുടെ ഈ ഒരു ലല്ലൂമ്പി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സഫ അങ്ങോട്ടാണ് സ്നാപ്ചാറ്റിൽ കോണ്ടാക്ട് ചെയ്തേക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇവരെ കോണ്ടാക്റ്റിലായേക്കുന്നത്. എന്താണെങ്കിലും സഫ ബാക്കി പറയൂ. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഏത് രീതിയിലുള്ള കോണ്ടാക്ട് ചോദിക്കുന്നുണ്ടോന്ന് തോന്നുന്നു? ഇല്ല, നോർമലി നമ്മൾ കേസും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു ഈ നേരത്തെ ഞാൻ പറഞ്ഞ കേസ് കാര്യങ്ങൾ പറയുമ്പോൾ വക്കീലല്ലോ. ഇല്ല, ഫുൾ ടൈം നമ്മൾ വിളിച്ചോണ്ടിരിക്കുക അങ്ങനൊന്നുമില്ല. ഇപ്പോൾ എന്നെ രാത്രി എപ്പോൾ വിളിച്ചാൽ അവൈലബിൾ ആണ്. ഇതുവരെ എന്റെ ഫോൺ ബിസി ആയിട്ടില്ലല്ലോ, അങ്ങനെ എനിക്ക് എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ പറ്റും. നേരത്തെ നിങ്ങൾ പറഞ്ഞത് മെഹനാസ് ഉള്ള സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഫോൺ അവൈലബിൾ ആണ്? അതെ, ഈ അടുത്ത് കാര്യം ഞാൻ പറഞ്ഞത്. ഈ അടുത്ത് ഇങ്ങനെ ഒരു കോൺടാക്ട് ആണല്ലോ നമ്മൾ കോൺടാക്ട് ആയത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം? ഇപ്പോ നമ്മൾ കമ്പനിയാണ്, ഞാൻ പറഞ്ഞില്ല, എന്റെ വണ്ടി ഓടിക്കുന്ന ആള് ഇവന്റെ ഫ്രണ്ടാണ്. വണ്ടി ഓടിക്കുന്ന ആളുടെ ഫ്രണ്ട് അല്ലേ? വണ്ടി ഓടിക്കുന്ന ആളല്ലോ. അല്ല സാരല്ലടാ, പോട്ടെ. എനിക്ക് എത്രയേ പറയാറുള്ളൂ. കഷ്ടമുണ്ടേ. അവിടെ എ സിക്കകത്തൊക്കെ ഇരുന്നിട്ടായിരിക്കണം ഇവർ ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നത്. പക്ഷേ എത്ര എ സി ആണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും സഫ നിന്ന് നല്ല രീതിയിൽ വിയർക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് മിനിറ്റ് ടേക്കുന്ന വീഡിയോ ഇങ്ങോട്ട് നോക്കാം. അപ്പം ഫ്രണ്ട്സ് ആണെന്ന് അറിയത്തില്ലായിരുന്നു, അതായത് ഡ്രൈവറിൻ്റെ ഫ്രണ്ടാണ് ലല്ലു എന്ന് അറിയത്തില്ലായിരുന്നു. അവിഹിതം നടത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരനെ ഒപ്പിക്കുക, എന്നിട്ട് ആ കൂട്ടുകാരനെ നിങ്ങൾ കമ്പനിയാക്കി വീട്ടിൽ ഇലക്ട്രിസിറ്റിക്കോ അല്ലെങ്കിൽ മോട്ടർ ശരിയാക്കാനോ അല്ലെങ്കിൽ വീട് തുടയ്ക്കാനോ ഒക്കെ കൂട്ടുകാരനെ ഒപ്പിക്കുക. എന്നിട്ട് കൂട്ടുകാരനോട് വെറുതെ നിങ്ങളുടെ അവിഹിതത്തിനെ കൊണ്ട് അവിടെ ഇരുത്തുക. എന്നിട്ട് കൂട്ടുകാരനോട് വന്ന ആൾ, അയ്യോ എനിക്കറിയത്തില്ല, ഇത് എൻ്റെ തുടയ്ക്കുന്ന ആൾ, ഇതിവിടെ വീട് തുടയ്ക്കുന്ന അവൻ, മോട്ടർ ശരിയാക്കാൻ വന്നവൻ, അവൻ്റെ കൂടെ വന്ന ആൾ എനിക്കറിയത്തില്ല. അവൻ വീട്ടിൽ കയറി ഇരിക്കുന്നു, തുണി വിരിക്കുന്നു, അവൻ ചിലപ്പം വണ്ടിയിൽ വന്നിരിക്കും, ചിലപ്പം ആ കൂട്ടുകാരൻ അവിടെ ഇരുന്ന് ലൈവ് ഇട്ടെന്നിരിക്കും, നിന്റെ കൊച്ചിൻ്റെ അടുത്ത് കളിപ്പിച്ചെന്നിരിക്കും, മടിയിലിരുത്തിന്നിരിക്കും. പക്ഷേ വെറും കൂട്ടുകാരനാണ് അവൻ, അല്ലാണ്ട് വേറൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ അത് മാത്രമല്ല, അവിടെ ആ ഒരു വീട്ടിനകത്തിരുന്നുകൊണ്ട് ഇപ്പം ഡ്രൈവറിൻ്റെ ഒരു സുഹൃത്തെന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ വീട്ടിൽ തൻ്റെ സ്വന്തം തുണി വിരിച്ചിടാനുള്ള ഒരു സ്വാതന്ത്ര്യം വരെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു സ്വാതന്ത്ര്യം ഒരു ഡ്രൈവറിൻ്റെ സുഹൃത്തിന് ആ ഒരു വീട്ടിലുണ്ടാവും. മാത്രമല്ല അവിടെ ആ വീട്ടിലിരുന്നു കൊണ്ട് ആ ഡ്രൈവറിൻ്റെ സുഹൃത്തിന് ലൈവ് ഇടാൻ മാത്രമുള്ളൊരു സ്വാതന്ത്ര്യം ഈ ഒരു വ്യക്തിക്കുണ്ട്. പിന്നീട് ഫസ്റ്റിനെ കോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ കോളിൽ ഇതുപോലെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്താണ്? ഇനിയും ബാക്കിയേക്കാം. മെഹനാസ് പറഞ്ഞ ആ ഒളിച്ചോട്ട കഥ അത് സത്യമാണോ അല്ലയോ? ഒളിച്ചോടിയിട്ടില്ല, ഇല്ല. കാരണം തിരൂര് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാനും മാനും തമ്മിൽ കണ്ടിട്ട് പോലീസുകാർ എന്നെ വിട്ടു. ഫോണൊക്കെ എന്നെ വാങ്ങിച്ചത്, ഫോൺ എന്റെ തന്നിട്ട് മോള് പോയിക്കോ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടിട്ട് ഞാൻ റിട്ടേൺ പോരുമ്പോഴാണ് ഞാൻ ഈ സ്റ്റോറി കാണുന്നത്. എങ്കിൽ മാനു 13-ാം തീയതി രാത്രിയാണ് ഫ്ലാറ്റിൽ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ് തല്ലി പൊട്ടിച്ച് മാനു ഒന്ന് കയറിയത്. തിരൂരിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണോ? എന്റെ കൂടെയോ? എന്റെ ഡ്രൈവർ അതിലല്ലോ. അല്ല, അതാണ് ആ ഒരു വീഡിയോ ഇല്ല, ഞാൻ ഒരാളുടെ ഫേസ് പൊത്തുന്നത്, അത് ഹൈറ്റ് ഇല്ലാത്തൊരു പയ്യനല്ലേ, അതേ ഡ്രൈവറാണ്. എന്നിട്ട് മാനും 13-ാം തീയതിയാണ് ഫ്ലാറ്റിൽ വന്നേക്കണേ. കാരണം എന്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്നാണ് എന്റെ ഫ്ലാറ്റ് തല്ലി പൊട്ടിച്ചിട്ട് ആ ബാഗും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അപ്പൊ അന്ന് ഫ്ലാറ്റിലില്ല, എന്തുകൊണ്ട് അന്ന് ഇട്ടില്ല, ഞാൻ വിളിച്ചോടിയെന്ന്?
മനസ്സിലായോ? അത് പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഫസ്മിനായും മാനും എൻ്റെ അടുത്ത് കാസർഗോഡ് പോകണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഫസ്മിന പറഞ്ഞ് നീ അവൻ്റെ കൂടെ മര്യാദ കാസർഗോഡ് പോയിക്കോ. മാനും എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ കാസർഗോഡ് വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടീനെ കാണണം, നിന്നെ കാണണം. പിന്നെ ഫുള്ള് കരച്ചിൽ കാർഡ് ഇറക്കി, ഫുള്ള് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽപ്പ് ലൈനിൽ നിന്ന് വരെ എന്നെ വിളിച്ചു. വൈഫിനെ കുട്ടീനെ കാണുന്നില്ല, ഹസ്ബൻഡ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ പറയുന്നത്. ഞാൻ ഇപ്പോൾ വരെ ഞാൻ ഫോൺ വിളിച്ചിട്ടുള്ളൂ, മെസ്സേജ് അയച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി, റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് മാനു വന്നിട്ട് എൻ്റെ ഡ്രൈവറിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ചെയ്തു. മാനു വീഡിയോസും കാര്യങ്ങളും എടുത്തു, എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചു. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളായപ്പോൾ ഓട്ടോക്കാരെ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ മാനു എന്തൊക്കെയോ കുറച്ച് കള്ളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മാനു കുറച്ച് തല്ലും ഇതൊക്കെ കിട്ടിയായിരുന്നു സ്റ്റേഷനിൽ പോലീസ് അറിയുന്നത്. എന്നിട്ട് എൻ്റെ അടുത്തോളം മോൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് വന്നിട്ട് ഞാൻ പോണ വഴിക്കാണ് ഈ സ്റ്റോറി കാണുന്നത്. ഞാൻ വിളിച്ചോടി എന്തുകൊണ്ടപ്പോൾ ആ ബാഗ് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലില്ല. 13-ാം തീയതി ആയിരിക്കണം, 14-ാം തീയതി വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതെ അതെ, അപ്പൊ ആ ഡീറ്റെയിൽസും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ ഞാനപ്പോൾ ഫ്ലാറ്റിലില്ലതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് മാനാസ് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ഇതൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഇങ്ങനെ മീൻസ് പോയി എന്ന് പറയുന്നത്. ഈ സ്ക്രിപ്റ്റിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അത് നമുക്ക് മനസ്സിലായി. ഇത് ഈ പറഞ്ഞ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. സംഭവം നമ്മളെല്ലാവരും ഈ പറഞ്ഞ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ സ്വന്തമായിട്ടൊരു ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇത് റീച്ച് ആക്കിയിട്ട് കണ്ടില്ലേ എനിക്ക് റീച്ച് കയറുന്ന കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു വോയിസ് ഉണ്ട് സഫയുടെ, അത് നമുക്ക് കേൾപ്പിക്കാം. ഇനി ബാഗിന്റെ കേസ് പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട് നാജിയുടെ ബാഗാണ്. അപ്പോൾ ഞാൻ ഇവൾക്ക് ഈ ബാഗ് അയച്ചു കൊടുത്തിട്ട് ഞാൻ ഇവളോട് ഇതൊക്കെ അവൻ്റെ അല്ലേ, അത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഉണ്ടായത്, അത് നിന്നോട് പറയാനാണ് വിളിച്ചത്. അതായത് ഇവളെന്നെ വിളിച്ചത് ഈ ബാഗ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ, ലല്ലുവിൻ്റെ ബാഗ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ. അപ്പോൾ ഇപ്പോൾ ഇവള് പറയുന്നത് ഇത് നാജിയുടെ ബാഗാണ്. നിനക്ക് നിനക്ക് ഉണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഓരോ ഇൻ്റർവ്യൂവിനകത്തും ഓരോരോ രീതിയിലാണ് ഇതുപോലെ സഫ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, സഫ എന്തു പറയുന്നത് സഫയ്ക്ക് പോലും വലിയ പിടുത്തൊന്നുമില്ല. ഒരു വാപോയ കോടാലി പോലെ എന്തൊക്കെയോ വായി തോന്നുന്നു വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ അഴിനാശ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയേക്കുന്ന മെഹനാസ് ആണല്ലോ ഫസ്റ്റ് ഇത് എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയത് ഈ ഒരു സാധനമൊക്കെ പടച്ചു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം മെഹനാസ് ഇത് പുറത്തോട്ടേക്കുന്ന ഇതേ മെഹനാസ് തന്നെ ഇപ്പം സഫയുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പൊന്നെ പൂവേ കർലേ എനിക്ക് നീലാണ്ട് ജീവിക്കാൻ പറ്റില്ലടേ പൊന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അതിൽ കുറച്ച് സാധനങ്ങൾ കാണിക്കുന്നത്. അതിൽ ഒരു പോർഷൻ മാത്രം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഞാൻ അവളോട് ചോദിക്കുന്നെങ്കിൽ നമുക്ക് ഇത് ഒളിച്ചോടി എന്നൊക്കെ പറയണോ എന്നാ ഞാൻ അങ്ങോട്ടാ ചോദിക്കണത്. നീ വെറുതെ തന്നെ ഇതൊന്നും ഇടല്ലേ നീ പുറത്ത് പ്ലീസ്. നിന്നെ എനിക്ക് വല്ലാത്ത മിസ്സിങ് ആവണം. ഞാൻ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടിന് ഒളിച്ചോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നിട്ട് സ്റ്റോറി ഇട്ടിന് ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ഒളിച്ചോടിന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഒളിച്ചോടിന്ന് പറഞ്ഞത്? മെസ്സേജ് ഉണ്ട്, എന്റെ ജീവനാണ് സഫു, ഇത് സ്ക്രീനിൽ കാണിക്കുന്നതിന് പ്രശ്നമുണ്ടോ? നീ എന്റെ ജീവനാണ് സഫു, സ്നേഹിച്ചിട്ടേ ഉള്ളൂ, നീ എനിക്ക് മാപ്പ് താ പൊന്നെ, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവൻ തന്നെയല്ലേ നീ ഒളിച്ചോടി പോയി. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ വിവാദം ഇഷ്ടമായിരുന്നു, നിന്നെ വെറുക്കല്ലേ സഫു, എനിക്ക് നീ ഇല്ലാതെ ഇവിടെ എന്തോ പോലാവന്ന്, കറങ്ങാൻ പോക്കും പർച്ചേസ് ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നില്ലേ സഫു, വെറുക്കല്ലേ. അപ്പൊ ഇത് നമ്മൾ സത്യത്തിൽ ഈ പ്രേക്ഷകർ സത്യത്തിൽ എന്താ പറയണ്ടേ? ഞങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങളുടെ ഒന്നും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. ഒളിച്ചോടി പോയി ഒരുത്തം പറയുന്നു, അവൻ തന്നെ നിന്നെ ഇപ്പൊ വിളിക്കുന്നു. ഇത്രയും ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മീഡിയക്ക് മുന്നിൽ പറയാം, ഒന്നും നടന്നില്ല എന്ന് പറയാ എന്നാ എന്റെ അടുത്ത് പറഞ്ഞു. അന്ന് പറഞ്ഞ പോലെ അന്ന് എന്നെ നിങ്ങൾ കള്ളനാക്കി ചിത്രീകരിച്ചത് പറഞ്ഞു. എന്നെ വെറുക്കല്ലേ സഫു, എന്നോട് ഒന്ന് പൊറുത്തൂടെ സഫു, എന്റെ പൊന്നെ. പിന്നെ എന്നാ തേങ്ങ കാണടോ ഇതുപോലെ സ്റ്റോറി കേട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിച്ചവരത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കണത്? എന്താണ്? എന്നെ വെറുക്കല്ലേ, എന്നെ ഒന്ന് സ്നേഹിക്കൂ, എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് നമ്മളെല്ലാവരും മഷിയിട്ട് നോക്കിയിട്ടാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ബ്യൂട്ടി ആയിട്ടുണ്ട്. ഇനി ഇത് പറയുമ്പോൾ ഈ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ, ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സോഷ്യൽ മീഡിയയിലെ റീച്ചിന് അങ്ങനെ എന്തെങ്കിലും സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നോ? എന്താണെങ്കിലും സഫ ഫസ്മിനെ കഴിച്ചേക്കുന്ന ഒരു വോയിസ് ഉണ്ട്, അതുകൂടെ ഞാൻ ഒന്ന് കേൾപ്പിക്കാം. മോനെ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ വ്യൂസ് കയറൂടെ കുട്ടാ, എന്റെ ഫോളോവേഴ്സ് നോക്ക്, എന്റെ വ്യൂസ് കയറണം നോക്ക് മോനെ. നോക്കോ മോളെ, ഫോളോവേഴ്സ് ഇല്ലെങ്കിലും റീച്ച് കയറും കേട്ടോ. എന്നാണ്ട് എൻ്റെ വ്യൂസ് നോക്കി എനിക്ക് അത്രയും ഫോളോവേഴ്സ് ഇല്ല, പക്ഷെ എൻ്റെ റീച്ച് കയറുന്ന കണ്ടില്ലയോ എന്ന്. അതായത് സ്വന്തം ജീവിതത്തിൽ സ്വന്തം ഭർത്താവ് ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു നെഗ് സാധനം സ്വന്തം ജീവിതത്തിലാണ്. അത് ഈ പറയുന്ന വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുന്നു. അത് വെച്ചിട്ട് ഇത്രയും വലിയൊരു വ്യൂവർഷിപ്പ് കിട്ടുന്നു, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടി ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവുന്ന നിങ്ങളുടെ അടുത്ത് സഫ എനിക്ക് ഒന്നേ പറയാനേ ഉള്ളൂ, എന്താണെങ്കിലും
ബാക്കി കേൾക്കാം. ഞാൻ കാണിക്കുന്നില്ല. ഞാൻ താമസിക്കുന്നത് എടയപുരം ആലുവയിലാണ്. ഇത്താടെ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട വീഡിയോ, അന്നിട്ട വീഡിയോ, അതായത് ഇവിടെ തെളിവ് കാണിക്കുന്ന വീഡിയോ, എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് ആയി നടക്കുന്ന ലല്ലുടെയും സഫയുടെയും കൊളാജ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ഉള്ള സ്ഥലം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. സഫ താമസിക്കുന്നത് എടയപുരം ജംഗ്ഷനിൽ ലബോറട്ടറിയുടെ മുകളിൽ ഫ്ലാറ്റിലാണ്. ഞാൻ മിക്കപ്പോഴും കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കാണാറുണ്ട് അവരെ. അങ്ങനെ ഇവിടെ ഞാൻ ജംഗ്ഷൻ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പം ആ ഗ്രില്ലിട്ടേക്കുന്ന കടയുടെ മുമ്പിൽ ഞാൻ ലല്ലുവിനെ കണ്ടതാണ്. ഇത് ആദ്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനായി രീതിയിൽ താഴോട്ട് നോക്കിയിരുന്നു നിന്നത്. മേ ബി ആരെങ്കിലും കണ്ടാലോ എന്ന് ഓർത്തിട്ടാവും. എന്നിട്ട് കുറച്ച് മുമ്പിലോട്ട് പോയപ്പോഴാണ് സഫ കാറിൽ നിന്ന് ഇറങ്ങി സാധനങ്ങൾ ഇറക്കുന്നത് കണ്ടത്. എനിക്കിത് ഇത്താനോട് അന്നേ പറയുന്നുണ്ടായി. പിന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ഓർത്തിട്ട്. സോ ഇത് കണ്ട ആൾക്കാരുണ്ട് സഫ. കാണുന്നവർക്ക് കണ്ണുപൊട്ടനല്ല ആൾക്കാർ, മനസ്സിലാവുന്നുണ്ടോ? മാത്രമല്ല ഞാനിവിടെ സൈഡിലോട്ട് ഒരു വീഡിയോ എടുക്കും. ഇതെനിക്ക് ഫസ്റ്റിനെ അയച്ചു തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നേരത്തെ ഇവരെ ഈ സഫയും ലല്ലുമ്പയും ഒരുമിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായി. അപ്പോൾ സഫാൻ ഒരു വീഡിയോ ഇട്ട് ഇതങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഈ ലല്ലുമ്പി അവിടെ നിൽക്കുന്ന ഈ ഒരു നീല കളറിലെ ഇത് പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്ന ഈ ഒരു കടയില്ലേ, അതും അവിടെയാണ് ലല്ലുമ്പി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സഫയുടെ ഈ ഒരു ഫ്ലാറ്റും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് നിങ്ങൾ ഒരു വീഡിയോക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്രയ്ക്കുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ആൾക്കാരെയൊക്കെ ഈ പറയുന്ന ഇപ്പുറത്തെ ഒരു സൈഡിൽ നിന്ന് സഫ, തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്ന് മെഹനാസ്, ഇവരെല്ലാം ഒരുമാതിരി പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും യോഗ്യത ഉണ്ടോ റിഫയുടെ കാര്യം നിനക്ക് പറയാൻ? നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പം നീ വന്നിരുന്ന നിനക്ക് ഈ ബോധം ഉണ്ടായിരുന്നു, ഓക്കെ അങ്ങനെ ഒരാൾ മരിക്കത്തില്ലായിരുന്നു, ഇത്രയും ഹാപ്പി ആയിട്ട് നടന്ന ആൾ മരിക്കത്തില്ലായിരുന്നു, നിനക്കിതൊന്നും മെഹനാസിനെ നിക്കാഹ് ചെയ്തപ്പോൾ നിനക്ക് ഇതിൻ്റെ ബോധമില്ലായിരുന്നു. നിനക്ക് ഇപ്പോഴാണ് നിന്റെ തലയിലോട്ട് വെളിച്ചം കയറിയത്. വെളിച്ചം, ദൈവത്തിൻ്റെ വെളിച്ചം എനിക്ക് ഉണർന്നു. അതാണ് നിനക്ക് ഇപ്പോഴാണ് ബോധം വന്നത്. ബോധം അയ്യോ എന്താ എനിക്ക് നിന്നെ പറയണ കുട്ടി? എനിക്ക് അറിയത്തില്ല. ഇത്രയും മണ്ടിയും വിവരമില്ലാത്തയും ഉളുപ്പില്ലാത്തയും ഒരു പെൺകുട്ടീനെ ഞാൻ മിസ്ലിക്ക് ശേഷം താങ്കളാണ് ഞാൻ കാണുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിഫ കേസിൽ എന്തെങ്കിലും സഫയെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓക്കെ എനിക്കിങ്ങനെ പറ്റി, അപ്പം റിഫയ്ക്കും പറ്റിയിട്ടുണ്ടായിരിക്കും, അപ്പം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ഇത്രയും നാളും മെഹനാസിൻ്റെ കൂടെ എന്നിട്ട് ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. മെഹനാസ് എന്നെ തല്ലി, അങ്ങനെ ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി ഇതുപോലെ മെഹനാസുമായിട്ട് നിക്കാഹ് കഴിയുന്നതിന് മുന്നേ തന്നെ ഇപ്പം ഇത് സഫ പറയുന്ന കാര്യമാണ്, സഫയ്ക്ക് ഈ സംഭവങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ അത്ര ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും നിക്കാഹിൻ്റെ ടൈമിൽ ചുറ്റുമുള്ള ആളുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്നിട്ടും മെഹനാസിൻ്റെ കെയറിങ് കണ്ടിട്ട്, മെഹനാസ് ഒരു കെയറിങ് ആയിട്ടായി ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മെഹനാസിനെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ശേഷം ഇപ്പം മെഹനാസ് ഒരു കെയറിങ് ആയിട്ടായി അല്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും മെഹനാസ് മെസ്സേജ് അയക്കുന്നുണ്ട്, പൊന്നെ പുവേക്കറല്ലേ, എന്നിട്ട് പൊല്ലട്ടി, എന്നെ പെറുക്കല്ലേ, എന്നോടൊന്ന് പുറത്തൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വീണ്ടും ഇതുപോലെ പഴയ പോലെ എൻ്റെ മെഹ്നൂക്കാന്നും പറഞ്ഞുകൊണ്ട് കെയറിങ് ആയിട്ടായി ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഇനി നാളെ ഇതെല്ലാം വന്നിട്ട് വീഡിയോക്കകത്തോടെ ഗൈസ് ഇതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഗൈസ്, ഇതൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല ഗൈസ്, ചെയ്ത ആൾക്കാരെല്ലാം കള്ളം പറഞ്ഞാണ് ഗൈസ് എന്നങ്ങാണം പറഞ്ഞുകൊണ്ട് വരണം. പിന്നെ എനിക്ക് സഫയെടുത്ത് പറയാനുള്ള ഇത് എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയ മാത്രമല്ല ലൈഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി. ഇതിവിടെ ഫോളോവേഴ്സ് കുറവ്, കൂടുതൽ റീച്ച് കൂടുതൽ കിട്ടും. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു വരുമാന മാർഗ്ഗം അങ്ങനെ ഒരു രീതിയിൽ മാത്രമേ ഇതിനെ കാണൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫ് ഇതിനകത്തോട്ട് കൊണ്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് ജീവിതത്തിലുണ്ടാകുന്ന ഇങ്ങനത്തെ അനുഭവങ്ങൾ പോലും ഇതിനകത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബാഡാണ്. ആ ബാഡിനെ ഇത്ര എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആൾക്കാർക്ക് കിട്ടുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന വ്യൂവർഷിപ്പിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താണെങ്കിൽ ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.